എനിക്കത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ റോസ്റ്റിംഗ് എന്ന പരിപാടിയും സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ നമ്മൾ ഈ മാറ്റ് റൈഫ് പോലെയുള്ള പല ഇംഗ്ലീഷ് ആളുകളുടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം റോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടോക്സിക് ആണ്, അങ്ങേയറ്റം നമ്മളെ ഇല്ലാണ്ടാക്കി കളയുമെന്നുള്ളത്. ബട്ട് അവിടെ ഒരാൾ ഫിസിക്കലി പ്രസൻറ്റ് ആവാതെ അയാളെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. ആൻഡ് അതിനകത്തൊരു നീല ഡ്രസ്സ് ഇട്ട ചേട്ടൻ, പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കണ്ടിട്ട് മെസ്സേജ് അയച്ച കാര്യം എന്ന് വെച്ചാൽ നല്ല സെൻറ്റിമെൻറ്റ്സ് പിടിച്ചടക്കാൻ പറ്റിയ കാര്യം എന്തോ ആണ്. ഞാൻ മെസ്സേജ് കാണിച്ചു തരാം. അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു, സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ബ്രോ നോ കമൻറ്റ്സ് എന്ന് പറഞ്ഞു. ലൈക്ക് ആ പുള്ളിയോട് മാത്രം എനിക്ക് യോജിപ്പ് ഇല്ലായ്മ. കാര്യം വെച്ചാൽ ഒന്നാമത്തത് കുറച്ച് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു. ലൈക്ക് അവിടെ വന്നിരിക്കുന്നവർക്കും അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഒരാളെ പേഴ്സണലി ഒഫൻസീവ് ആയിട്ട് തോന്നി. അത് ഒന്നാമത്തെ കാര്യം ഭയങ്കര ഒഫൻസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ക്രൂ ഒബ്വിയസ്ലി അവർക്ക് വേറെ ആയിരിക്കും ഒബ്വിയസ്ലി, അല്ലാതെ അങ്ങനെ സ്പേസിൽ അവർ റിയാക്ട് ചെയ്യാറില്ലല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഇരിക്കുന്നവരൊക്കെ നല്ല നാക്കുള്ളവർ തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ആക്ച്വലി ഇത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആളുകൾ ഇനി തുടങ്ങുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഇനി റിയാക്ഷൻ, ഇനി റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അങ്ങ് ഇറങ്ങും. കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങി മറ്റുള്ളവരെ പേഴ്സണലി ഹറാസ് ചെയ്തുകൊണ്ടായിരിക്കും റോസ്റ്റിംഗ് ചെയ്യുന്നത്. ലൈക്ക് ഒരിക്കലും പേഴ്സണലി ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എന്നെയാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ വേണമെങ്കിൽ കേസും കൊടുക്കും. ബിക്കോസ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പേഴ്സണലി. അത് മേ ബി ഒരുപാട് ലൈക്ക് ഞാൻ വളർന്നു വന്ന സ്റ്റേജുകളിലെല്ലാം ഒരുപാട് ബുള്ളിങ്ങും ഒരുപാട് കളിയാക്കലും ഒരുപാട് മെൻ്റൽ ട്രോമയിലൂടെ കടന്നുപോയൊരു മനുഷ്യനായതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു സ്റ്റാൻഡിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവരും പറഞ്ഞു. അതെ സിമ്പിൾ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഇപ്പം അമലിന്റെ ചാനലിൽ തന്നെ എനിക്ക് ഒരു റീൽ അമൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ റീലിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അമൽ പറഞ്ഞൊരു സാധനം, ഒരു സെന്റൻസ് ഉണ്ട്, ഫണ്ണായിട്ട് കാണേണ്ട സാധനങ്ങളെ ഫണ്ണായിട്ട് എടുക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സംഭവം പറയുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്റിങ്ങും റിയാക്ടിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. പലപ്പോഴും അത് പുറം രാജ്യങ്ങളിലൊക്കെ സിമിലർ ആണ് കൈൻഡ് ഓഫ്. പക്ഷെ നമ്മുടെ സ്ഥലത്ത് ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി റിയാക്ടിങ് ആണ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ റോസ്റ്റിംഗ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് റോസ്റ്റിംഗ് എന്ന ടേം ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് ക്രിട്ടിസൈസിങ്, ഭയങ്കര ബ്രൂട്ടലി ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്ത് നമ്മളൊന്നും സംസാരിക്കുന്നു. ആ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ചെയ്തത് കൊള്ളാം. പക്ഷേ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ആരടാ, അവൻ എവിടെ നിന്ന്, അങ്ങനെ നമ്മൾ ബ്രൂട്ടലി ഹറാസ് ചെയ്യല്ല, ബ്രൂട്ടലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. അല്ലെങ്കിൽ അയാൾ ചെയ്ത ആക്ടിനെയോ അയാൾ ചെയ്യുന്ന കാര്യത്തെയോ അയാൾ സംസാരിക്കുന്നതിനെയോ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കണം. അതാണ് ബേസിക്കലി ഈ റോസ്റ്റിങ്ങും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇവിടെ പാളിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ വേറൊരു സംഭവം വെച്ചാൽ ഇംഗ്ലീഷിൽ ഈ തെറികളൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ തെറികളൊക്കെ ഇറ്റ് സൗണ്ട്സ് കൂൾ, ഇറ്റ് സൗണ്ട്സ് വെരി എന്താ പറയട്ടെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു സാധനം അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഈ മൂവീസിലൊക്കെ കണ്ട് ലൈക്ക് അത് നമുക്കൊരു ഭയങ്കരമായി നമുക്ക് കൊള്ളൂല. എന്നാൽ ഈ സാധനം മലയാളത്തിലോട്ട് വരപ്പോൾ ഉണ്ടല്ലോ, സാധനം നമുക്ക് കൊള്ളും. മലയാളത്തിലെ തെറികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്, ബ്രൂട്ടലാണ്, അതിങ്ങനെ ഉരുട്ടിയൊക്കെയാണ് വെച്ച്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. ആൻഡ് ആളുകൾ ഫൺ അല്ലെങ്കിൽ റോസ്റ്റിംഗ് എന്നതിനെ പേഴ്സണൽ ഹറാസ്മെന്റ് ആക്കി എടുക്കാതിരുന്നാൽ മതി. ഇത് എനിക്കൊന്നും ആ ഒരു 4 days മുന്നേ തന്നെ അമലിട്ട ഡേ തന്നെയാണ് ഷസാം ഒക്കെ റിയാക്ട് ചെയ്തു. ഷസാമിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിട്ട് എന്ത് തോന്നി? അമലിന്റെ ഒപ്പീനിയൻസുമായിട്ട് കൈൻഡ് ഓഫ് സിമിലർ ആണ്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി റോസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതെ, ഷാസ് കുറച്ചുകൂടി റോസ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നുണ്ട്. ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് റോസ്റ്റിംഗ് എന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം ആ ഒരു പാനൽ അത്രയും സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇരുന്നിട്ട്, അതായത് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാറ്റ് റൈഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. അതോടൊപ്പം തന്നെ ഈ താഴെ ഉള്ള ഈ മല്ലു സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻസ് തന്നെ കെന്നി സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നന്നായിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതേപോലെ ഈ മലയാളികളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അവരുടെ സ്റ്റാൻഡേർഡ് ഇവിടെ നിന്ന് അവർ സ്റ്റാൻഡേർഡ് വിട്ടത് ഇങ്ങ് താഴെ വന്ന് ആ ഒരു ഷോ ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ എക്സ്പ്രസ് ചെയ്തു. ബട്ട്
അറ്റ് ദ സെയിം ടൈം ഷാസ് പറയുന്നതിലും കാര്യമുണ്ട്. ഷാസ് പറയുന്ന ഓരോ പോയിന്റ് വാലിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഷാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു യൂട്യൂബിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽസ് കണ്ടാൽ തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ വീഡിയോ എടുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ കൂളാണ് എന്ന്. എനിക്കൊന്ന് ഈ തമ്മിലും പ്രൊമോയും ഞാൻ അവൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അമല തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊമോയിൽ ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഈ പ്രൊമോ മാത്രം കണ്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ ഇഷ്ടംപോലെ അവൻ നിന്നെ റിയാക്ട് ചെയ്തോണ്ടല്ലേടാ നീ ഇപ്പൊ വന്ന് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് അറിയാം അതിനകത്തൊന്നുമില്ല. സെയിം ഷസാമിന്റെ ഇതുപോലെ ഒരു തമിഴിൽ കണ്ടാൽ നമുക്ക് തോന്നും ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഫൈൻ കൂളാണെന്ന് മനസ്സിലാവും. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഞാൻ ഷാസിനെ വിളിച്ച് ചോദിക്കും ഷാസ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാണ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഒരു തമ്മിൽ ഇടും. ഷാസ് എല്ലാത്തിനും കൂളാണ്. ഷാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ നീ ഇടടാ നീ ചെയ്യടാ. നിങ്ങൾ ഈ ഗാഡ്ജറ്റ്സിന്റെ കാര്യമൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടോ? എന്താ വെച്ചാൽ ഇവന്റുകൾക്ക് കാണുന്ന സമയത്ത് ഇപ്പൊ എന്റെ പ്രശ്നം വെച്ചാൽ എനിക്കിങ്ങനെ ആരെയും വിളിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പാണ്. കണക്ഷൻ കീപ്പ് ചെയ്യും. അത് ഞാൻ ഓവറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വഴക്കാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. എന്തോ പണ്ട് മുതലേ ഇങ്ങനെ അതെ. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് സംസാരിക്കില്ല. ഈ ഇവന്റുകൾക്കൊക്കെ പോകുമ്പം ഷാസിന്റെ അടുത്ത് സംസാരിക്കും. പിന്നെ ഷാസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എൻ്റർടൈനറാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ സംസാരം. എനിക്ക് ലൈക്ക് യൂട്യൂബിലുള്ളതിൽ ഒരു ഹ്യൂമൻ ബീങ് യൂട്യൂബർ എന്നുള്ള നിലയ്ക്കല്ലാതെ ഒരു ഫേവറേറ്റ് ഹ്യൂമൻ ബീങ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷാസ് തന്നെയാണ്. ഭയങ്കര കിടിലമാണ്.